നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകനാണോ എങ്കിൽ നിങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു സുപ്രധാന നീക്കവുമായി സെബി രംഗത്തെത്തിയിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ നിന്ന് ഈടാക്കുന്ന ചെലവുകൾ കുറയ്ക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങളാണിത്. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ നിക്ഷേപ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കും എന്ന് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ടുകളിലെ പ്രധാന ചെലവാണ് മൊത്തം ചെലവ് അനുപാതം അഥവാ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ. ഫണ്ട് മാനേജ്മെന്റിനും നടത്തിപ്പിനുമായി ഫണ്ട് ഈടാക്കുന്ന വാർഷിക ഫീസാണിത്. നിക്ഷേപകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ ഈ TER-ന്റെ പരമാവധി പരിധി കുറയ്ക്കാൻ സെബി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ ഫീസിൽ ഉണ്ടാകുന്ന കുറവ് നിങ്ങളുടെ നെറ്റ് റിട്ടേൺ നേരിട്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ സുതാര്യത ഉറപ്പാക്കുന്നതിനായി ബ്രോക്കറേജ് ചാർജുകളും സെബി പരിഷ്കരിച്ചു. ക്യാഷ് മാർക്കറ്റ് ഇടപാടുകൾക്കുള്ള ബ്രോക്കറേജ് 12 ബേസിസ് പോയിന്റിൽ നിന്ന് 2 BPS ആയും ഡെറിവേറ്റീവ് ഇടപാടുകൾക്ക് 5 BPS നിന്ന് 1 BPS ആയും കുറയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത് മൊത്തത്തിലുള്ള നിക്ഷേപ ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ലാഭം കൂട്ടും. ചെറിയ കുറവാണെങ്കിൽ പോലും വാർഷിക ഫീസിൽ ഉണ്ടാകുന്ന ഈ കുറവ് ദീർഘകാലത്തേക്ക് വലിയ നേട്ടമായി മാറും. 0.15% മുതൽ 0.25% വരെയുള്ള ഫീസ് കുറവ് പോലും കൂട്ടുപലിശയുടെ ശക്തിയാൽ കാലക്രമേണ നിങ്ങളുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കും. കുറഞ്ഞ ചെലവ്, ഉയർന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇതാണ് പുതിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം. പുതിയ ഫണ്ട് ഓഫറുകളുടെ ആരംഭ ചെലവുകൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനി വഹിക്കണമെന്നും ഫണ്ടിന്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഫീസ് ഈടാക്കണമെന്നുമുള്ള അധിക നിർദ്ദേശങ്ങളും സെബി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പൊതുജനാഭിപ്രായത്തിനായി കാത്തിരിക്കുകയാണ്. ഇവ പൂർണ്ണമായി നടപ്പിലാക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം കൂടുതൽ ആകർഷകവും ലാഭകരവുമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.